നിങ്ങൾ സംഘടിപ്പിക്കുന്ന ഏതു വേദിയിലും വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അവിടെ വരുമ്പോ ഹിന്ദുക്കളിലെ ശ്രീകൃഷ്ണന് ഭാര്യ ഉണ്ടായിരുന്നോ, ഗണപതിയുടെ തല ആനയാണോ എന്ന് മാത്രമല്ല പറയേണ്ടത് എന്ന ഒരു പ്രീ റിക്വസിറ്റ് ഉണ്ട്. താങ്കൾക്ക് തന്റെ ഇടമുണ്ടോ? ദയവായി നോക്കൂ, താങ്കൾ ഇനിയിപ്പോ സുന്ദര രാമായണത്തിലേക്കൊന്നും പോകേണ്ടതില്ല, അതിന് നമുക്ക് സമയമില്ല. എന്തോ എങ്ങനെ സുരേന്ദ്രൻ പറഞ്ഞത് ഇത് രാഷ്ട്രീയ വിഷയമാക്കുമെന്ന് തന്നെയാണ്. അത് താങ്കൾ നേരത്തെ പറഞ്ഞ മറുപടിക്ക് തുടർച്ചയാണ്. അല്ല, ഞാൻ സുന്ദര രാമായണത്തിലേക്ക് പോകണമെങ്കിൽ പിന്നെ എന്തിനാണ് അനിൽകുമാറിനെ അങ്ങനെ പോകാൻ താങ്കൾ അനുവദിച്ചത്? ഇതൊരു നല്ല ചോദ്യം. മറുപടി പറയടാ. അത് മറുപടി എനിക്ക് പറയണ്ടേ? അപ്പൊ താങ്കളെ നിയന്ത്രിക്കണ്ടേ? ആരോപണം ഉന്നയിച്ചാൽ മറുപടി ഉണ്ടാവണ്ടേ? നികേഷേ, ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അത് വന്നിരുന്ന് കേട്ടിട്ട് ഞങ്ങൾ വായി വെള്ളം ഒഴിച്ച് വിടിരുന്നിട്ട് എഴുന്നേറ്റ് പോകാനാണോ ഞങ്ങൾ വന്നത്? ആരോപണം ഉന്നയിച്ചാൽ മറുപടി പറയും. നിങ്ങളുടെ ഫ്ലോർ നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് മറുപടി പറയണ്ടേ? എന്തെങ്കിലും വായി തോന്നി വിളിച്ചു പറഞ്ഞാൽ മതിയോ? ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. അങ്ങനെയാണ് പറയൂ. 16,008 ഭാര്യമാര് എന്ന് പറയുന്നത് മിത്താണോ യാഥാർത്ഥ്യമാണോ? അല്ല, അതാ നികേഷ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ വിശ്വാസങ്ങളിലെ മിത്തിനെ പറ്റിയാണ് ചർച്ച എങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. ഒരു തർക്കവുമില്ലെന്നേ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഈ രാജ്യത്ത് നിരവധി മിത്തുകളുണ്ട്. മിത്തുകളും വിശ്വാസങ്ങളും എത്ര, അത് ശരി, ഇപ്പൊ പറയേണ്ട അൽകുമാര, ദിവസങ്ങളായി ഞങ്ങൾ പറയുന്നതാണ്. എന്റെ മുന്തിരി കള്ളേ, നീ ആരാ എന്റെ മരുമകൻ? നിങ്ങൾക്കാണ് മുട്ടുവിറയ്ക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് ഹിന്ദുക്കളെ മാത്രം ടെമ്പറാമെന്റ് പഠിപ്പിച്ചാൽ പോരാ, സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കിയാൽ പോരാ. തന്റെ ഇടമുണ്ടോ? ഞാൻ വരാം അനിൽകുമാർ. താങ്കൾ പറഞ്ഞ് വിളിക്കുന്ന ഏത് വേദിയിലും ഞാൻ ഈ ഫ്ലോറിൽ നികേഷ് കുമാറിന്റെ ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ സാക്ഷിയാക്കി ഞാൻ ഒരു നിങ്ങൾ സംഘടിപ്പിക്കുന്ന ഏതു വേദിയിലും വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അവിടെ വരുമ്പോ ഹിന്ദുക്കളിലെ ശ്രീകൃഷ്ണന് ഭാര്യ ഉണ്ടായിരുന്നോ, ഗണപതിയുടെ തല ആനയാണോ എന്ന് മാത്രമല്ല പറയേണ്ടത് എന്ന ഒരു പ്രീ റിക്വസിറ്റ് ഉണ്ട്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. താങ്കൾക്ക് തന്റെ ഇടമുണ്ടോ? താങ്കൾ ഇവിടെ പറഞ്ഞല്ലോ എം വി ഗോവിന്ദൻ കമ്പാരിസൺ നടത്തിയില്ല എന്ന്. കമ്പാരിസൺ അല്ലാതെ എന്താ നടത്തിയത്? അള്ളാഹു എന്ന് പറഞ്ഞാൽ വിശ്വാസം, ഗണപതി എന്ന് പറഞ്ഞാൽ മിത്ത് എന്ന് പറയുന്നതിനെയാണ് ശുദ്ധ മലയാളത്തിൽ താരതമ്യം എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഞങ്ങളുടെ നാട്ടിലൊരു പേര് പറയും, തന്തയില്ലായിക എന്ന്. ഈ താരതമ്യത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അല്ലാതെ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്, 100% സയന്റിഫിക് ആയിട്ടുള്ള വിശ്വാസങ്ങൾ മാത്രമാണ് ഇവിടെയുള്ള. ഞങ്ങൾ എങ്ങും ശടിച്ചിട്ടില്ല. യവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. ഞങ്ങളുടെ ചോദ്യം അതാണ്. ഇവിടുത്തെ ഹിന്ദു ധർമ്മത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വരുന്ന ഷംസീർ സ്വസമുദായത്തിലെ മാലിന്യത്തെ നീക്കം ചെയ്യാൻ തയ്യാറുണ്ടോ? ആദ്യം അവരവന്റെ കണ്ണിലെ കോലെടുക്കുക, എന്നിട്ട് വല്ലവന്റെ കണ്ണിലെ കരടെടുക്കുക. അവിടെയാണ് ശ്രീ സന്ദീപ് വാചസ്പതി ഈ വിഷയത്തെ നിങ്ങൾ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ഒരു ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ എന്താ സ്പീക്കർ എൻ ഷംസീർ പറയുന്നത്? ഈ കാര്യത്തിൽ ഗണപതിയുടേത് പ്ലാസ്റ്റിക് സർജറിയാണ്, കൗരവരുടേത് IVF ചികിത്സയാണ്, കർണന്റേത് ടെസ്റ്റ് ട്യൂബാണ് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ടല്ലോ. ആ നറേറ്റീവിനെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ പാഠപുസ്തകങ്ങൾ മാറുകയാണ്, സിലബസ് മാറുകയാണ്. അപ്പൊ നികേഷേ, ഈ നാട്ടിലെ പ്രസക്തി തീരുമാനിക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും റിപ്പോർട്ടർ ചാനലും ചേർന്നല്ല. നിങ്ങൾ ആരാ പ്രസക്തി തീരുമാനിക്കാൻ? ഞങ്ങള് ഈ നാട്ടിലെ പൊതുജനങ്ങൾ ഉണ്ടെന്നേ, ഞങ്ങൾക്കറിയാം പ്രസക്തം ഏതാണ് എന്നുള്ളത്. നിങ്ങളാണോ പ്രസക്തി തീരുമാനിക്കുന്നത്? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? എന്റെ നാടിന് ഇത്തരം ചിന്തകൾ ഉണ്ടായി. പ്രധാനമന്ത്രി പറഞ്ഞത് പാഠപുസ്തകങ്ങളിലും നീ ഒന്നും പണയണ്ട. ഡാർവിന്റെ സിദ്ധാന്തം സയന്റിഫിക്കലി പ്രൂവൺ അല്ല എന്ന് ഒരു കുരങ്ങൻ മനുഷ്യരാകുന്നത് ഈ തലമുറയോ മുൻ തലമുറയോ കണ്ടിട്ടില്ല എന്ന് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം സിലബസിൽ നിന്ന് മാറിയില്ലേ ശ്രീ സന്ദീപ് വാചസ്പതി? അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. ഞാൻ ചോദിക്കട്ടെ, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ ലോകം മുഴുവൻ 100% അംഗീകരിച്ച സിദ്ധാന്തമാണ് നികേഷിന് അഭിപ്രായമുണ്ടോ?
ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സന്ദീപജസ്ത്രീ എങ്ങനെ ഉണ്ടായത്? സന്ദീപജസ്ത്രീയുടെ തലമുറ എങ്ങനെ ഉണ്ടായത്? അന്ന് പറഞ്ഞു പോവാൻ അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. ഞങ്ങളാരും കുരങ്ങിൽ നിന്നല്ല ഉണ്ടായത്. ഇനി നിങ്ങളൊക്കെ കുരങ്ങിൽ നിന്നാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളാരും കുരങ്ങിൽ നിന്നുണ്ടായത് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് എങ്ങോട്ട്? അങ്ങോട്ട് പുറത്തേക്ക്